കുത്തിയൊലിച്ചെത്തിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മഹാദുരന്തം നടന്നതു മുതൽ ഇടതടവില്ലാതെ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ ഒലിച്ചെത്തിയ ജീവിതങ്ങളെ ഉറ്റവർക്ക് ചേർത്തുപിടിക്കാൻ വേണ്ടി തിരച്ചിൽ ഉൾപ്പെടെയുള്ള എല്ലായിടത്തേതും പോലെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു നിലമ്പൂർ അഗ്നിരക്ഷാസേന. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അഗ്നിരക്ഷാസേനക്കൊപ്പം കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാർ പുഴ അതിസാഹസികമായി ഒറ്റയ്ക്ക് നീന്തിക്കടന്ന വളർത്തുനായയും പങ്കാളിയായി. വെറുതെ അവരുടെ കൂടെ ചേർന്നു എന്ന് മാത്രമല്ല, തിരച്ചിലിൽ നായ ചില ലക്ഷ്യസ്ഥാനങ്ങൾ കാണിച്ചു. അവിടെ കുഴിച്ചു നോക്കി. പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹവും ലഭിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർക്കും നൽകിയിരുന്ന ഭക്ഷണ കിറ്റിൽ നിന്ന് നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകി. പിന്നീട് പലരും ഈ നായയെ ഇണക്കാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും നായ അവരുടെ കൂടെ പോയില്ല. അഗ്നിരക്ഷാ സേനക്കൊപ്പം കിലോമീറ്ററോളം നായ തിരച്ചിൽ നടത്തി. തന്റെ യജമാനനെ തേടി നടക്കുന്നയെന്നോണം ഫയർഫോഴ്സ് അംഗങ്ങൾ മടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് നീന്തി പുഴ മുറിച്ചു കടന്ന് കാട് കയറി സുരക്ഷിതമായി തിരിച്ചുപോയി. തിരച്ചിലിന് അന്നുണ്ടായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രജിൻ രാജ്, നിശാന്ത് ടി കെ, മനേഷ് കെ എന്നിവരും സിവിൽ ഡിഫൻസ് അംഗങ്ങളായ നിശാന്ത്, ബാബുരാജൻ, അബ്ദുൽ സലാം, സലീം എന്നിവരുമായിരുന്നു. അന്നുണ്ടായ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രജിൻ രാജ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സംയുക്തമായിട്ട് ഫോറസ്റ്റിനുള്ളിലോട്ട് സന്നദ്ധ പ്രവർത്തകരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആള് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം പുഴയ്ക്കക്കരെയായിരുന്നു നമുക്ക് സെർച്ചിങ് ഉണ്ടായിരുന്നത്. അപ്പം ഏകദേശം ഒരു 500 സന്നദ്ധ പ്രവർത്തകർ ആ സൈഡിലുണ്ടായിരുന്നു. പിന്നെ പോലീസിലും ഫയർഫോഴ്സ്, എക്സൈസ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. തണ്ടർബോൾട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ബോഡി സെർച്ചിങ്ങും പിന്നെ അവരുടെ സുരക്ഷ ഒരു നോക്കിയിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടുന്ന് കാട് കയറുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നമുക്കൊരു ഫുഡ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഫുഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ നായ്ക്കും ബിസ്ക്കറ്റും അതിലുണ്ടായിരുന്ന ഫുഡ് നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ നായ നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അത് ഏകദേശം യാതൊരുവിധ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങളെല്ലാം. അപ്പം നമ്മളത് മുന്നോട്ട് പോകാൻ നേരത്ത് സെർച്ചിങ് നടത്തി പുറമേ യാതൊരുവിധ അവശിഷ്ടങ്ങളൊന്നും കണ്ടില്ലായിരുന്നു ബോഡിയുടെ. പക്ഷേ നായ മണം പിടിച്ച് പോവുകയും അവിടെ ജസ്റ്റ് ഒന്ന് മാന്തി നോക്കുകയും ചെയ്തു. അപ്പം നമുക്ക് സംശയം തോന്നിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിഗ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു 18 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടികളുടെ അരയ്ക്ക് മുകളിലുള്ള ഒരു കൈയും അരയ്ക്ക് മുകളിലോട്ടുള്ള ബോഡി ഭാഗമാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗിൽ അത് പാക്ക് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ മുന്നോട്ട് സെർച്ച് ചെയ്തു. അങ്ങനെ ഇത് കണ്ടിട്ട് പലരും ഈ നായ്ക്ക് ബിസ്ക്കറ്റുകളും കാര്യങ്ങളും കൊടുത്ത് അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കി. പക്ഷേ നായ അവരോടൊന്നും പോയില്ല. നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു വന്നത്. തിരിച്ചും അതേ കണക്ക് തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴും നമ്മുടെ കൂടെ തന്നെ വന്നു. അത് ആ പുഴ തന്നെ നീന്തി കിടന്ന് അപ്പുറത്ത് വന്ന് നമ്മുടെ കൂടെ തന്നെ ഭക്ഷണങ്ങളും കഴിച്ച് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് ഈ നായ പുഴ മുറിച്ച് കിടന്ന് അക്കരയിലോട്ട് തന്നെ പോയി. ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാണ്, കാഴ്ചകളാണ് ഈ മഹാദുരന്തം നമുക്ക് നൽകിയത്. ഇപ്പോഴും മനുഷ്യർക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്പോട്ട് ന്യൂസ്, നിലമ്പൂർ.